സോ ധനുഷ് എഴുതി സംവിധാനം ചെയ്ത് AR റഹ്മാൻ മ്യൂസിക് ചെയ്ത റായൻ എന്ന സിനിമയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ധനുഷിന്റെ 50ാമത്തെ ചിത്രം കൂടിയാണ് റായൻ. അപ്പോൾ ഈ സിനിമ എനിക്ക് അനൗൺസ് ചെയ്തപ്പോൾ തൊട്ടോ അല്ലെങ്കിൽ ഒരു വിധത്തിലും കാണാൻ എക്സൈറ്റിംഗ് ആയിട്ടൊന്നും തോന്നിയില്ലെങ്കിലും എല്ലാവരെയും പോലെ ഈ പാട്ട് ഉസിറേ നീതാനെ എന്ന സോങ് തന്നെയാണ് ഫസ്റ്റ് ഒരു കാണാനുള്ള ഒരു ഇത്. അതിനൊപ്പം തന്നെ ട്രെയിലർ കട്ടും അത്യാവശ്യം കൊള്ളായിരുന്നു. അങ്ങനെ സിനിമ കാണാൻ പോയി കണ്ടു. സിനിമയിലോട്ട് വന്നു കഴിഞ്ഞാൽ സിനിമയുടെ ഇവര് 3 ഏട്ടനനിയന്മാരാണ്, ഒപ്പം ചെറിയൊരു അനിയത്തിയും. അങ്ങനെ ജീവിക്കുമ്പോൾ അച്ഛനമ്മയും ഒരു ദിവസം രാവിലെ എണീറ്റ് പോവുകയാണ്. പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ അവർ തിരിച്ച് വരുന്നില്ല. പിന്നീട് അവരുടെ സ്വന്തം അനിയത്തിനെ രക്ഷിക്കാൻ വേണ്ടി റായനും ബ്രദേഴ്സും കൂടെ വേറൊരു നാട്ടിലോട്ട് പോവുകയാണ്. ചെന്നൈയിലോട്ട് വരുന്നു. വർഷങ്ങൾക്കിപ്പുറം ഒരു പോലീസ് ഓഫീസർ അവിടെ ചാർജ് എടുക്കുകയാണ്. പ്രകാശ് രാജാണ് ആ വേഷത്തിലെത്തുന്നത്. പുള്ളിയുടെ ഒരു ഇതനുസരിച്ചിട്ട് അവിടുത്തെ റൗഡീസും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ അവിടെ 2 മെയിൻ ആയിട്ടുള്ള ആൾക്കാരാണ് ഉള്ളത്. ദ്വരാ സേതു എന്നുള്ള പറഞ്ഞത്, അതായത് ശരവണൻ എന്ന പഴയ നടനുണ്ട്, പുള്ളിയാണ് ആ ദുരൈ എന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. സേതുവായിട്ട് നമ്മുടെ SJ സൂര്യയാണ്. അപ്പോൾ ഇവര് തമ്മിൽ തൽക്കാലത്തേക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഇവര് എങ്ങനെയെങ്കിലും ഒന്ന് അടിയാക്കിയതിന് ശേഷം എല്ലാത്തിനെയും എൻകൗണ്ടർ ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്ത് പോകണം. ഇതാണ് പോലീസ് ഓഫീസറായ പ്രകാശ് രാജിന്റെ ഉന്നം. അപ്പോൾ അങ്ങനെ ഒരു ശ്രമം നടത്തുന്നതിനിടയിൽ റായൻ ഫാമിലി ഇവരുടെ ഇടയിൽ പെടുകയാണ്. സോ അവരുടെ ഫാമിലിയെ രക്ഷിക്കാൻ അവരെന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് സിനിമയുടെ കഥ പോകുന്നത്. സോ എനിക്ക് തോന്നിയിട്ടുള്ളത് ആദ്യത്തെ പകുതിയിൽ വളരെയധികം മികച്ചു നിന്നത് ഒരു സംഭവമുണ്ട്. കാരണം ഇവർ തമ്മിലുള്ള എമോഷണൽ ബോണ്ടിങ് ആയാലും അവരുടെ ക്യാരക്ടേഴ്സിനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് വളരെ നന്നായി തന്നെ കൊണ്ടുവന്നു. AR റഹ്മാന്റെ മ്യൂസിക് എടുത്തു പറയേണ്ട ഒന്നാണ്. പുള്ളി നല്ലൊരു ഡയറക്ടറിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പണിയെടുപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം കുറേയധികം സ്കോറുകൾ സിനിമയെ വളരെ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് അറിയാം, പക്ഷെ ആ പാട്ടിലോട്ട് പിന്നെ വരാം. അങ്ങനെ ഇവര് പോയി ഇതാകുന്ന സമയത്ത് അങ്ങനെ പതിയെ ബിൽഡ് ചെയ്ത ആ ക്യാരക്ടറിനെ ഇന്റർവെൽ ബ്ലോക്ക് എന്ന് പറയുന്നത് വളരെ ഗംഭീരമായ ഒരു ഇന്റർവെൽ ബ്ലോക്കാണ്. ആ ഷോട്ട് ഉണ്ട്, 3 പേര് നിൽക്കുന്ന ഒരു ഫ്രെയിം. അവരുടെ ബ്രദേഴ്സ്, നമ്മുടെ കാളിദാസ് ജയറാം, സന്ദീപ് കിഷനും ധനുഷുമാണ് ബ്രദേഴ്സായി എത്തുന്നത്. ദുഷരയാണ് മറ്റേ അനിയത്തെ എത്തുന്നത്. എല്ലാവരും നല്ല പ്രകടനം തന്നെയായിരുന്നു. അപ്പോൾ ഇവർ 3 പേര് നിൽക്കുന്ന ഫ്രെയിം ആയാലും ആ ഒരു ഷോട്ട് ഉണ്ട്, ഒരു ഗംഭീര ഷോട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഷോട്ട് കൂടിയാണ്. അതായത് ധനുഷ് കയറി മറ്റേ മേലെ ഇങ്ങനെ നമ്മളെ മേലെ ഇങ്ങനെ ഇടുന്നുണ്ടാവും ഒരു കമ്പ്യൂട്ടർ, അതിലിങ്ങനെ ചാടി ചവിട്ടുന്ന ഒരു സീനുണ്ട്. അതിൻ്റെ ഷോട്ട് അതിഗംഭീരമായത്. അതൊക്കെ കണ്ടപ്പോൾ ഇന്റർവെൽ ബ്ലോക്ക് സിനിമയെ വേറെ തരത്തിലെത്തിക്കുകയും വളരെയധികം എക്സ്പെക്ടേഷൻ കൂട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സിനിമ ഓക്കെ വെർത്താണ് എന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സെക്കൻഡ് ഹാഫിലോട്ട് സിനിമ കടക്കുമ്പോൾ സിനിമ ഇത് എങ്ങോട്ട് പോകുന്നു എന്ന് പോലും അറിയാതെ കാറ്റത്ത് അഴിച്ചു വിട്ട പട്ടം പോലെ ആയിപ്പോയി. ചുമ്മാ കുറേ സീനുകൾ കാണിക്കുന്നു, പ്രോപ്പറായിട്ടൊരു വില്ലനെ ഫോക്കസ് ചെയ്യാതെ സിനിമ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിപ്പോയി അവസാനം എങ്ങനെയൊക്കെയോ കൊണ്ട് വലിച്ചു നീട്ടി നിർത്തിയ ഒരു സിനിമയായി. ഈ ഒരു ബ്ലോക്ക് മാത്രം കൊണ്ട് തന്നെ ഈ സിനിമ ഒരു ആവറേജ് എന്ന് പറയാൻ പറ്റുമെങ്കിലും അതിലപ്പുറത്തേക്കൊന്നും സിനിമ പോകുന്നില്ല. ഉസിറേ നീതാനെ എന്ന സോങ്ങിന്റെ പ്ലേസ്മെന്റ് ആയാലും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. സിനിമ എനിക്ക് ടോട്ടലി വർക്കായില്ല ശരിക്കും. ആ ഇന്റർവൽ ബ്ലോക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വളരെയധികം കുറച്ച് നല്ല ഗംഭീര ഷോട്ടുകളുണ്ട്. അല്ലാതെ ഈ സിനിമയുടെ പ്രോപ്പർ, അതായത് പുള്ളി ധനുഷ് എന്ന റൈറ്റർ കൂടിയായ ധനുഷ് എഴുതി വെച്ച ക്യാരക്ടേഴ്സ് ഉണ്ട്. തന്റെ ബ്രദേഴ്സിന്റെ ഒരു ക്യാരക്ടർ ആയാലും അവർ 4 പേരിനെ വളരെ നല്ല രീതിയിൽ കാണിച്ചതിന് ശേഷം സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ആ എഴുത്തിനെ ഒരു ഡിസ്ട്രോയ് ചെയ്യുന്ന പോലെയായിരുന്നു സിനിമയുടെ ഒഴുക്ക്. ഒരു ബന്ധമില്ലാത്ത പോലെ കഥ പോകുന്നു. എങ്ങനെയെങ്കിലും തീർത്താൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നതാണ്. SJ സൂര്യയാണ് വില്ലൻ എന്ന് പറയാൻ നമുക്ക് അങ്ങനെ ഒരു പുള്ളിയുടെ ഒരു ഫോക്കസ് ചെയ്തിട്ട് ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. അതേപോലെ പ്രകാശ് രാജ് അവിടെ കാണിക്കുന്നുണ്ട്, പുള്ളിയും ഫോക്കസ് ചെയ്യുന്നില്ല. പുള്ളി ഒരു എന്തൊക്കെയോ മിസ്സിങ് ആയ പോലെ ത്രൂ ഔട്ട് അങ്ങനെ പോയി അവസാനം ക്ലൈമാക്സിൽ കൊണ്ടെത്തിച്ചു. ഇന്റർവെൽ ബ്ലോക്ക് കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷനും ഗൂസ് ബംസും ഒന്നും പിന്നീട് സിനിമയിൽ ടോട്ടലി ഉടനീളം കിട്ടിയിട്ടില്ല. ക്ലൈമാക്സ് ഒന്നും വെർത്തായിട്ടേ തോന്നിയില്ല. SJ സൂര്യനെ പോലുള്ള ഒരു ആക്ടറിനെ യൂസ് ചെയ്തിട്ടില്ല. പുള്ളിനെ അത്രയും മാത്രം ഒരു ക്യാരക്ടർ അതിൽ കൊടുത്തിട്ടില്ല. ഞാനതാ പറഞ്ഞത്, ഇതിൻ്റെ ഒരു ഫാമിലി, ആ ബ്രദേഴ്സും ആ സിസ്റ്ററും അടങ്ങുന്ന ആ ഫാമിലി നന്നായി ബിൽഡപ്പ് ചെയ്തതിന് ശേഷം അവരുടെ തന്നെ ഒരു കഥയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ആരാ വില്ലെന്നുള്ളൊരു കൺഫ്യൂഷൻ ധനുഷിന് തന്നെ എഴുതുമ്പോൾ ഉണ്ടായെന്ന് തോന്നണം. അല്ലെങ്കിൽ എങ്ങനെ ഇനി ഇത് തീർക്കും, ശരി ഇങ്ങനെയൊക്കെ കൊണ്ടുപോവുക. പക്ഷെ ആദ്യത്തെ പകുതി നോക്കുമ്പോൾ രണ്ടും ബന്ധമില്ല ക്യാരക്ടേഴ്സ്. സോ ടോട്ടലി ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല.
സിനിമ ടോട്ടലി ഞാൻ പറയുകയാണെങ്കിൽ ഇൻ്റർവെൽ ബ്ലോക്ക് വാസ് നൈസ്. ഒരു തിയേറ്റർ നന്നായിട്ട് എൻജോയ് ചെയ്ത് നല്ല ഗൂസ് ബംസ് തന്നെ അടിച്ചു. കാരണം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ആ ഫ്രെയിം ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. ആ ചാടി ചവിട്ടുന്ന സീനായാലും പിന്നെ 3 പേര് വന്നിരുന്ന ഒരു സീനായാലും. അപ്പോൾ അവന് നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാളിദാസ് ജയറാമൊക്കെ അത്യാവശ്യം പുള്ളി ഇങ്ങനത്തെ റോൾസൊക്കെ നന്നായി ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അങ്ങനെയാണ്. എ ആർ റഹ്മാൻ്റെ കൊള്ളാം, BGM ഒക്കെ കൊള്ളായിരുന്നു. ഒരു സംഭവം കളറാക്കിയിട്ടുണ്ട്. പക്ഷേ സിനിമയിൽ ഞാൻ പറഞ്ഞ പോലെ 2-ാം പകുതി കയ്യിൽ നിന്ന് പോയി. സോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഞാൻ എൻ്റെ അഭിപ്രായമാണത്. എനിക്കൊരു ആവറേജ് മാത്രമേ തന്നുള്ളൂ. സോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.